മലേഷ്യത്തെ 3rd ഡേ ആണ്. നമ്മൾ വന്നിട്ടുള്ളത് കിങ്ങിന്റെ പാലസിലാണ്. ഇസ്താന നെഗാര എന്നാണ് ഇതിന്റെ പേര്. ഇവിടെ 2 ബ്യൂട്ടിഫുൾ ഹോൾസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറാൻ വേണ്ടി പറ്റില്ല, പക്ഷെ എന്നാലും പുറത്ത് തന്നെ നല്ല വ്യൂ ഒക്കെ ഉണ്ട് കാണാൻ. മലേഷ്യത്തെ സിറ്റി ടൂറിന്റെ 2nd സ്പോട്ടാണിത്. ഇത് മോണുമെന്റ് ടുഗു നെഗാര, ഒരു നാഷണൽ മോണുമെന്റ് ആണിത്. ഇതിന്റെ ഉള്ളിൽ ഒരു ഫൗണ്ടെയിൻ ഒക്കെ ഉണ്ട്. ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടി നല്ല പ്ലേസസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇത് മലേഷ്യൻ നാഷണൽ മോസ്ക് ആണ്. ഇത് ജുമാ ടൈം ആയതുകൊണ്ട് നമുക്കൊന്നും ടൂറിസ്റ്റിനൊന്നും മേലോട്ടേക്ക് കയറാൻ വേണ്ടി പറ്റില്ല. ഇവിടെ നല്ലൊരു ബ്യൂട്ടിഫുൾ മോസ്ക് ആണ്. അപ്പം ഇതാണ് പള്ളീൻ്റെ ഉള്ളിൽ വരുന്നത്. ഇപ്പം നമ്മളുള്ളത് ചോക്ലേറ്റ് ഫാക്ടറിയിലാണ്. ഇവിടെ വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് ചെറിയൊരു ക്ലിപ്പ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പം നമ്മളുള്ളത് ഫ്രീഡം സ്ക്വയറിലാണ്. ഇവിടെ നല്ല വ്യൂയിലുണ്ട്. പിന്നെ ഉള്ളിലൊരു ലൈബ്രറിയും പിന്നെ ഒരു എക്സിബിഷൻ പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ട്. ഇവിടെ പിന്നെ ഇങ്ങനത്തെ ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ട്. നല്ലൊരു ഗ്രാസ് ഒക്കെ ഉള്ള ഗ്രൗണ്ട് ഉണ്ടാവും. ഇപ്പം ഞാൻ നിൽക്കുന്നത് മലേഷ്യത്തെ ലാർജസ്റ്റ് ടവറിലാണ്. കേൽ ടവർ എന്നാണ് ഇതിന്റെ പേര്. 421 meters ഉണ്ട്. നമുക്കിനി ഇത് കാണാം. അഥവാ നമ്മൾ നടന്ന് ക്ഷീണിച്ച് കഴിഞ്ഞാൽ എന്നെ പോലത്തെ കുട്ടികൾക്കൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കാം. നമുക്ക് ATM പോലെ ടിക്കറ്റ്സ് എടുക്കാം. കാർഡൊക്കെ വെച്ചിട്ട് ടിക്കറ്റ്സ് എടുക്കണമെങ്കിൽ സെൽഫ് സർവീസ് ആയിട്ടുള്ള ഒരു ഇതുണ്ട് ടിക്കറ്റ് എടുക്കുന്നത്. അല്ലാണ്ട് വേറെ എടുക്കണമെങ്കിൽ വേറെ ഒരു കൗണ്ടറുണ്ട്, ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ഗൈസ്, ഇതാണ് കേൽ ടവർ. ഇതിന് മേലെ കയറി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. നമുക്ക് മലേഷ്യ മൊത്തം കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ മലേഷ്യയിൽ വന്ന ഇവിടെ എന്തായാലും നിങ്ങൾ വിസിറ്റ് ചെയ്യണം. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണിത്. ഇത് മലേഷ്യയുടെ 3rd ഡേയുടെ ലാസ്റ്റ് സ്പോട്ടാണ്. ഇതൊരു അക്വേറിയമാണ്. ഞാൻ കുറേ ഫിഷസിനൊക്കെ കണ്ടു. ഇവിടെ ഒരു ടണൽ
നമ്മളിപ്പം ഈവനിങ് വാക്കിന് ഇറങ്ങിയപ്പോൾ നമ്മൾ സോഗോ മോളിൽ കയറിയതാണ്. ഇവിടെ കുറേ ഫ്ലോർസ് ഉണ്ട്. നമ്മൾ അവിടെയൊക്കെ പോയിട്ടൊന്ന് നോക്കിയിട്ട് വന്നു. പിന്നെ ഇവിടെ കുറേ ഗ്രോസറി ഐറ്റംസ്, സ്റ്റേഷനറി, ബൺസ്, അങ്ങനെ പല ടൈപ്പ് സാധനങ്ങളും ഉണ്ട്. ഇവിടെ ചീപ്പായിട്ടുള്ളതും ഉണ്ട്, എക്സ്പെൻസീവ് ആയിട്ടുള്ളതും ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് മലേഷ്യൻ കറൻസി. ഇതിന് റിങ്കറ്റ് എന്നാണ് പറയുക. ഇതിൽ 1 റിങ്കറ്റ്, 40 റിങ്കറ്റ്, 50 റിങ്കറ്റ്, അങ്ങനെ പല പല റിങ്കറ്റ്സ് ഉണ്ട്.